മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലിയാറ് ഗ്രാമപഞ്ചായത്തിലെ എരഞ്ഞിമങ്ങാട് ഫോറസ്റ്റ് ജംഗ്ഷൻ മഹാഗണിത്തോട്ടം പരിസരത്ത് കുന്നുകൂടുന്ന മാലിന്യങ്ങൾ മൂലം പ്രദേശവാസികളും കാൽനട യാത്രക്കാരും കടുത്ത ദുരിതത്തിൽ. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വൻ ജനരോഷം. ഗർഭാശയം പൊട്ടി അമ്മയുടെ ആന്തരിക അവയവങ്ങൾക്കിടയിൽ കുട്ടി കുടുങ്ങിയ നിലയിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ആദിവാസി യുവതിയുടെ ജീവൻ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ രക്ഷിച്ചു. നവജാത ശിശുവിനെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 6 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. നിലമ്പൂർ പട്ടരാക്ക സ്വദേശി കൊട്ടപ്പറമ്പൻ സൈതലവി, അമരമ്പലം ഗാന്ധിപ്പടി സ്വദേശി ചോലക്കൽ മുഹമ്മദ് മുബഷീർ എന്നിവരെ ആണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. വനത്തിൽ മാലിന്യം തള്ളിയെന്ന കേസിൽ കൂൾബാർ ഉടമ വനപാലകരുടെ പിടിയിലായി. എടക്കരയിലെ സ്ഥാപനം ഉടമ മഞ്ചേരി കാരക്കുന്നിലെ കൊല്ലംപറമ്പൻ അബൂബക്കറിനെ ആണ് വള്ളുവശ്ശേരി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ PM ശ്രീജിത്ത് അറസ്റ്റ് ചെയ്തത്. മുണ്ടേരി ഫാമിലെ തൊഴിലാളി നിയമനം ഭരണമാറ്റത്തോടെ അട്ടിമറിക്കുന്നതിനെതിരെ CPIM എടക്കര ഏരിയ കമ്മിറ്റി ഫാമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ എരഞ്ഞിമങ്ങാട് ഫോറസ്റ്റ് ജംഗ്ഷൻ മഹാഗണിത്തോട്ടം പരിസരത്ത് കുന്നുകൂടുന്ന മാലിന്യങ്ങൾ മൂലം പ്രദേശവാസികളും കാൽനട യാത്രക്കാരും കടുത്ത ദുരിതത്തിൽ. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വൻ ജനരോഷമാണ് ഉയരുന്നത്. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് തടയുവാൻ പഞ്ചായത്ത് സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണ ക്യാമറകളും മീറ്ററുകൾക്കകലെ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ്. ഇവ നോക്കുകുത്തിയായി നിലനിൽക്കെയാണ് സമീപത്ത് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ, ഉപയോഗിച്ച സാനിറ്ററി പാഡുകൾ, ചീഞ്ഞളിഞ്ഞ മറ്റ് മാലിന്യങ്ങൾ എന്നിവ വൻതോതിൽ തള്ളുന്നത്. ദുർഗന്ധം കാരണം മൂക്ക് പൊത്താതെ ഇതുവഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ദിവസേന 100 കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ജില്ലയിലാകെ മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പും ഗ്രാമപഞ്ചായത്തും വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. തെരുവു നായ്ക്കളും കാട്ടുപന്നികളും മാലിന്യം തിന്നുവാൻ പകൽ സമയത്ത് പോലും റോഡിലിറങ്ങുന്നത് നിത്യസംഭവമാണ്. വേസ്റ്റ് തിന്നാനെത്തുന്ന പന്നികൾ ബൈക്കുകൾക്ക് കുറുകെ ചാടി അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവായിട്ടുണ്ട്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്കും അധികൃതർക്കും പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രശ്നത്തിന് ഉടനടി ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുവാനും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുവാനുമാണ് നാട്ടുകാരുടെ തീരുമാനം. ഗർഭാശയം പൊട്ടി അമ്മയുടെ ആന്തരിക അവയവങ്ങൾക്കിടയിൽ കുട്ടി കുടുങ്ങിയ നിലയിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ആദിവാസി യുവതിയുടെ ജീവൻ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ രക്ഷിച്ചു. നവജാത ശിശുവിനെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ചുങ്കത്തറ പള്ളിക്കുത്ത് ചീരക്കുഴി ഉന്നതിയിലെ 25-കാരിക്കാണ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി രാജ്മോഹന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തിയത്. 2 തവണ യുവതി സിസേറിയന് വിധേയയാണ്. ഓട്ടോറിക്ഷയിൽ 20-ന് രാവിലെ 10:40-നാണ് ഗൈനക്കോളജി വിഭാഗത്തിൽ കൊണ്ടുവന്നത്. ഗർഭകാല പരിശോധനകളുടെ രേഖകൾ കൈവശമുണ്ടായിരുന്നില്ല. രക്തഗ്രൂപ്പ് പോലും അറിയില്ലായിരുന്നു. തലേന്ന് പ്രസവ വേദന തുടങ്ങിയതാണ്. വാഹനം കിട്ടാത്തതിനാലാണ് എത്തിക്കുവാൻ വൈകിയതെന്ന് ഭർത്താവ് പറഞ്ഞു. അപകട സാധ്യത മുന്നിൽ കണ്ട യുവതിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുവാൻ ആദ്യം ആലോചിച്ചു. ICU ആംബുലൻസ് തയ്യാറാക്കി. അതിനിടെ ഗൈനക്കോളജിസ്റ്റ് നടത്തിയ വിശദ പരിശോധനയിൽ പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ യുവതിക്ക് ജീവാപായം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടു. സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ N പമീലിയെ വിവരം ധരിപ്പിച്ച് അനുമതി വാങ്ങി. ITDP അധികൃതരെയും അറിയിച്ചു. അനസ്തീഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ശ്രീകാന്ത്, ഡോക്ടർ ഫാസിൽ, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മുജീബ്, പ്രസവ വിഭാഗത്തിലെ ഡോക്ടർ അനീസ എന്നിവർ അവസരത്തിന് തുയർന്ന് ശസ്ത്രക്രിയയിൽ സഹായിക്കുവാൻ തയ്യാറായി. നഴ്സിംഗ് ഓഫീസർമാരായ സുധ, സിന്ധു, ബിനി, ബിന്ദു, രജനി എന്നിവരുടെ നേതൃത്വത്തിൽ തിയേറ്റർ സജ്ജമാക്കി. ഗൈനക്കോളജി വിഭാഗത്തിൽ എത്തിച്ചതിന്റെ 25-ാം മിനിറ്റിൽ 11:05-ന് ശസ്ത്രക്രിയ തുടങ്ങി. ഗർഭപാത്രം പൊട്ടി പുറത്തുവന്ന ശിശു അമ്മയുടെ ഉദരത്തിൽ കുടലിനും കരളിനും ഇടയിലാണ് കിടന്നിരുന്നത്. പുറത്തെടുത്ത് പ്രഥമ ചികിത്സ നൽകി. ICU ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. NICU വിഭാഗത്തിൽ വെന്റിലേറ്ററിലാണ്.
തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന യുവതിയെ ആരോഗ്യം മെച്ചപ്പെട്ടതോടെ ശസ്ത്രക്രിയാനന്തര വാർഡിലേക്ക് മാറ്റി. ദൌത്യ സംഘത്തെ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പമീലി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 6 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. നിലമ്പൂർ പട്ടരാക്ക സ്വദേശി കോട്ടപ്പറമ്പൻ സൈതലവി, അമരമ്പലം ഗാന്ധിപ്പടി സ്വദേശി ചോലക്കൽ മുഹമ്മദ് മുബഷീർ എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. നിലമ്പൂർ ഡിവൈഎസ്പി വി കെ വിശ്വംഭരൻ നായർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പുളിക്കല്ലൂടി കമ്പനിപ്പടിയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിൽ 2 കിലോ കഞ്ചാവുമായി വന്ന പ്രതികളെ പിടികൂടിയത്. തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിൽ മുബഷീറിന്റെ ഗാന്ധിപ്പടിയിലുള്ള വീട്ടിലും കഞ്ചാവുണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 4 കിലോ കഞ്ചാവ് കൂടി കണ്ടെടുത്തു. മലയോര മേഖലയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. 9 കിലോ കഞ്ചാവ് കൈവശം വച്ചതിന് സൈതലവിക്കെതിരെ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്ക് കഞ്ചാവ് ലഭിച്ച ഉറവിടത്തെക്കുറിച്ചും പ്രതികളിൽ നിന്നും വിൽപ്പനയ്ക്കായും ഉപയോഗത്തിനായും കഞ്ചാവ് വാങ്ങിയവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. SI-മാരായ പി ജയപ്രകാശ്, MK അർഷിദ്, ASI സുനിത, CPO ജിതിൻ, ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, നിവിൻദാസ് ടി, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വനത്തിൽ മാലിന്യം തള്ളിയെന്ന കേസിൽ കൂൾബാർ ഉടമ വനപാലകരുടെ പിടിയിലായി. എടക്കരയിലെ സ്ഥാപനമുടമ മഞ്ചേരി കാരക്കുന്നിലെ കൊല്ലംപറമ്പൻ അബൂബക്കറിനെയാണ് വള്ളുവശ്ശേരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PM ശ്രീജിത്ത് അറസ്റ്റ് ചെയ്തത്. 1 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. രാത്രി കടയടച്ച് വീട്ടിൽ പോകവെയാണ് പ്ലാസ്റ്റിക് സ്ട്രോ, കവറുകൾ ഉൾപ്പെടെ മാലിന്യം അബൂബക്കർ KNG പാതയോരത്ത് വള്ളുവശ്ശേരി വനത്തിൽ പതിവായി തള്ളിയിരുന്നത്. കുറ്റക്കാരനെ കണ്ടെത്തുവാൻ വനപാലകർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ സ്ട്രോയുടെ ബ്രാൻഡ് വെച്ച് വിതരണക്കാരനെ കണ്ടെത്തി. എടക്കരയിൽ വ്യാപാരിക്ക് വിതരണം ചെയ്തതായി മനസ്സിലാക്കി. ആളെ തിരിച്ചറിയുവാൻ, വിവരങ്ങൾ നൽകുവാൻ വിതരണക്കാരന് കഴിഞ്ഞില്ല. രഹസ്യമായി കടകളിൽ കയറി നിരീക്ഷണം നടത്തി പ്രതിയെ കണ്ടെത്തി. തെളിവ് നിരത്തിയ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു. കടയിലെ CCTV ദൃശ്യങ്ങൾ കൂടുതൽ തെളിവായി. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. DFO P ധനേഷ് കുമാറിന്റെ മുൻപാകെ ഹാജരാക്കി കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി. SFO ആന്റണി തോമസ് മെൻഡസ്, T ജയകൃഷ്ണൻ, VK ഹരികൃഷ്ണൻ, CP അൻഷാദ്, KP രജിൻ, M അനുരാജൻ എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മുണ്ടേരി ഫാമിലെ തൊഴിലാളി നിയമനം ഭരണമാറ്റത്തോടെ അട്ടിമറിക്കുന്നതിനെതിരെ CPIM എടക്കര ഏരിയ കമ്മിറ്റി ഫാമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ സമരം ഉദ്ഘാടനം ചെയ്തു. ആ നിയമന ഉത്തരവും മേടിച്ച്, ഒരു ഗവൺമെന്റിന്റെ ഉത്തരവും മേടിച്ച് ഇവിടെ ജോലിക്ക് വേണ്ടി, നിയമനം കിട്ടുന്നതിന് വേണ്ടി ജൂൺ മാസം 1-ാം തീയതി ഇവിടെ എത്തിച്ചേരുകയാണ്. ആ സന്ദർഭത്തിലാണ് പറയുന്നത് നിയമനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഇത് എവിടുത്തെ കാര്യമാണ്? നിയമനം റദ്ദാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉത്തരവുണ്ടോ? എവിടെയാണ് ഉത്തരവ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒരു ഫോൺ കോൾ വഴി പ്രിൻസിപ്പൽ കൃഷി ഡയറക്ടർ വെങ്കിട്ടരാമൻ IAS, വളരെ പ്രസിദ്ധനായ IAS-കാരനാണ്, കുപ്രസിദ്ധി നേടിയിട്ടുണ്ട്. ആ IAS-കാരൻ ഒരു ഫോൺ കോൾ വഴി ഇവിടെ അറിയിപ്പ് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ആ അറിയിപ്പ് എന്താണ്? ഉത്തരവായി കൊടുക്കാത്തത്. നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമന നടപടിക്രമങ്ങൾ പാലിച്ച് കായികശേഷി പരിശോധിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം ഉത്തരവും ലഭിച്ച 51 തൊഴിലാളികളെയാണ് ജോലിയിൽ പ്രവേശിപ്പിക്കാതെ UDF സർക്കാർ നിയമനം അട്ടിമറിക്കുന്നത്. 356 തൊഴിലാളികളാണ് ഫാമിൽ ആവശ്യമുള്ളത്. 302 പുരുഷന്മാരും 54 സ്ത്രീകളും. നിലവിൽ 296 പേരാണ് ഉള്ളത്. 365.29 ഹെക്ടർ സ്ഥലത്താണ് ഫാമിൽ കൃഷിയുള്ളത്. തൊഴിലാളികളുടെ കുറവ് ഫാമിനെ തകർച്ചയിലേക്ക് നയിക്കുന്ന ഘട്ടത്തിലാണ് നിയമനം അട്ടിമറിക്കുന്നത്. ഇതിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CPIM എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പുരാട്ടിക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുണ്ടേരി ഫാം ഗേറ്റിൽ പോലീസ് തടഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം P സഹീർ അധ്യക്ഷനായി. ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA വേലായുധൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി V ഷിബു, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AT റെജി, M സുകുമാരൻ എന്നിവർ സംസാരിച്ചു. CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ സ്വാഗതവും പോത്തുകല്ല് ലോക്കൽ സെക്രട്ടറി മുസ്തഫ പാക്കട നന്ദിയും പറഞ്ഞു. ഒരു ചാക്ക് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൽപ്പകഞ്ചേരി സ്വദേശി ഹാഷിമിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്.
പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവിനെ പിടികൂടിയത്. മുൻപും സമാന കേസുകളിൽ ഇയാളെ പിടികൂടിയിട്ടുണ്ട്. കച്ചവടത്തിനായി എത്തിച്ച ചാക്കിൽ നിറച്ച കഞ്ചാവ് 20 കിലോ വരും. കൽപ്പകഞ്ചേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നതാണെന്നും സംശയിക്കുന്നു. ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും സുഗമവുമായി ലഭിക്കുന്നതിനായി UHID കാർഡ് വിതരണ പ്രത്യേക ക്യാമ്പ് ചാരംകുളം വെൽനസ് സെന്ററിൽ വെച്ച് നഗരസഭാ തല ഉദ്ഘാടനം ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിർവഹിച്ചു. UHID കാർഡ് ലഭിക്കുന്നതിലൂടെ ആരോഗ്യ സേവനങ്ങൾ ഏകീകൃത സംവിധാനത്തിലൂടെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ആധാർ കാർഡിന്റെ ഒറിജിനലും ആധാറുമായി ബന്ധിപ്പിച്ച ഫോണും ഉപയോഗിച്ചാണ് കാർഡ് തയ്യാറാക്കുന്നത്. UHID കാർഡിലൂടെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ചികിത്സാ വിവരങ്ങൾ ഏകോപിപ്പിക്കുവാനും ആരോഗ്യ സേവനങ്ങൾ വേഗത്തിലും സൗകര്യപ്രദമാക്കുവാനും സാധിക്കും. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരി ശിവു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുസ്തഫ കളത്തുംപടിക്കൽ, മുംതാസ് ബാബു, കൗൺസിലർ റുബീന PV, നഴ്സുമാരായ രമ്യ, ദിവ്യ, ദിലി, സലീന എന്നിവർ സംസാരിച്ചു. കാർഡ് വിതരണ ക്യാമ്പ് 23-ന് രാമംകുത്ത് വെൽനസ് സെന്ററിലും 25-ന് പാട്രാക്ക വെൽനസ് സെന്ററിലും നടക്കും. ഒറിജിനൽ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോണും നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുർബലരുടെ ശബ്ദവും ജനങ്ങളുടെ നേതാവുമായ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. NGO ഹാളിൽ നടന്ന പരിപാടി CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി വെട്ടുമൽ ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രജിത്ത് സ്വാഗതം പറഞ്ഞു. ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ T ഹരിദാസൻ, അരുൺ ദാസ്, നഗരസഭാ മുൻ ചെയർമാൻ മാട്ടുമൽ സലീം, ലോക്കൽ കമ്മിറ്റി അംഗം വിനോദ്, ഷാജി ചക്കാലക്കുത്ത് എന്നിവർ സംസാരിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2026-27 വ്യക്തിഗത ആനുകൂല്യ പദ്ധതികൾക്കായുള്ള അപേക്ഷാ ഫോമുകൾ സ്വീകരിക്കുന്നതിനും പരിശോധന നടത്തി തിരികെ നൽകുന്നതിനുമായി ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ മുബീന ചോലയിൽ നേതൃത്വം നൽകി. അപേക്ഷകരുടെ രേഖകൾ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഫോമുകൾ കൈമാറി. ജനങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. ദക്ഷിണ കൊറിയയിലെ സിയോളിലുള്ള ചുങ്ങാങ് സർവകലാശാലയിൽ ജൂലൈ 22 മുതൽ 24 വരെ നടക്കുന്ന 9ാമത് IOHSK അന്താരാഷ്ട്ര സ്പോർട്സ് സയൻസ് സമ്മേളനത്തിൽ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ കായിക വിഭാഗം മേധാവി ഡോക്ടർ നാഫി ചെലപ്പുറത്ത് ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കും. മെഷീൻ ലേണിംഗും മാനസിക സാമൂഹിക ഘടകങ്ങളും ഉപയോഗിച്ച് ടൈപ്പ് 2 പ്രമേഹമുള്ള മുതിർന്നവരിലെ ശാരീരിക പ്രവർത്തന നില പ്രവചിക്കൽ എന്ന വിഷയത്തിലുള്ള പഠനമാണ് സമ്മേളനത്തിനായി തിരഞ്ഞെടുത്തത്. ഡോക്ടർ T മുഹമ്മദ് അലി, ഡോക്ടർ P ഷംഷാദ് അലി എന്നിവരുമായി ചേർന്നാണ് ഗവേഷണം നടത്തിയത്. 35ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും കായിക ശാസ്ത്ര വിദഗ്ധരും പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 100-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. തിരൂരങ്ങാടി സ്വദേശി ചെരപ്പുറത്ത് ബഷീറിന്റെയും ജമീലയുടെയും മകനാണ് ഡോക്ടർ നാഫി. MES മമ്പാട് കോളേജിലെ ഫുഡ് ടെക്നോളജി വിഭാഗം അധ്യാപിക ആയിഷ നിഹാലയാണ് ഭാര്യ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.